Good morning, guys. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓക്കെ. ഹലോ പറ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഞാൻ നമ്മളെ വീട് കാണിച്ചു കൊടുക്കാം. ഇതെന്തോ ചാറ്റ് കൊടുക്കുന്ന. പറ ഗുഡ് മോർണിംഗ് പറ. വ്ളോഗിൽ വരട്ടെ സിക്കും അതൊക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ വെള്ളം കാണാൻ പോവാണ് കേട്ടോ. കാരണം ഇറങ്ങിപ്പോയ വെള്ളമായിരുന്നു, പക്ഷെ 2 ദിവസം കൊണ്ട് മരകം മഴ കയറി വെള്ളം രണ്ടാമത് കൂടി. ഹായ് പറ. ഹായ്, ഗുഡ് മോർണിംഗ് എന്ന് പറ. ഗുഡ് മോർണിംഗ്. എന്താ ചോറൂറ്റാ? എന്താ ചിരി. നമ്മുടെ വീട്ടിലെ വെള്ളം കിടക്കും. ഇപ്പൊ ഒരു 6:30 മണിയായിട്ടുള്ളൂ. ബിക്കോസ് 6:30 മണി ആയതുകൊണ്ട് അങ്ങനെ വെട്ടമൊന്നും വീണിട്ടില്ല. ഞാൻ പല്ല് തേച്ചിട്ടുമില്ല, എഴുന്നേറ്റതുള്ളൂ. നമ്മുടെ വീടിൻ്റെ മുറ്റാണ് കേട്ടോ അതൊക്കെ. എന്തായാലും നല്ല വെള്ളം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെട്ടം വന്നിട്ട് വെള്ളം കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കും. രാവിലെ എന്നെ തുണി മുക്കി വയ്ക്കും, എന്നിട്ട് അലക്കിത്തരാന്ന് പറയും. എന്നിട്ട് അലക്കാണ്ട് ജോലിക്ക് ഓടിപ്പോവും. എന്നിട്ട് അത് അനിയത്തിയുടെ തലയിലിട്ട് അനിയത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇങ്ങനെയുള്ള ചേച്ചിമാര് നിങ്ങൾക്ക് ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ മെൻഷൻ ഹിയർ. കൈ എടുക്കുന്ന നാട്ടുകാർ കണ്ടതിന്റെ കള്ളമോന്ത കണ്ട് കുഞ്ഞിക്കൈയൊക്കെ കണ്ണ്. കുഞ്ഞിക്കൈ കാണണ മോന്ത കാണണോ? അത് മോള് അങ്ങനെ തന്നെ ഇരുന്നോട്ടാ. കൈ എടുത്തോ, ഞാൻ ഓഫാക്കി. ചോക്കറ കണ്ടിട്ട് നോക്ക. ഗുണ്ട വരൂ. മാതാജി കമോണ്ട്രാ. കിട്ടി മോളെ, കിട്ടി. നിന്റെ മ്ലേച്ഛമായ മുഖം ഞങ്ങൾക്ക് കിട്ടി. ഇരുപത്തിനാല് വയസ്സ്, ഇരുനിറം, കുറവ്, പിന്നെ സ്വന്തമായൊരു ജോലി. യുവതി വരനെ അന്വേഷിക്കുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. കല്യാണം കഴിക്കട്ടെ സിക്ക്. നമുക്ക് എന്നാ കല്യാണം കഴിക്ക്. നീ കല്യാണം കഴിച്ച് കൊച്ചുണ്ടായിട്ടാണ് അതിനെ വെച്ച് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കുക. അതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇപ്പൊ കണ്ടിട്ടില്ലേ? കൊച്ചുങ്ങള് രാവിലെ എഴുന്നേൽക്കുന്നത്, അപ്പിയിടുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഒരുക്കുന്നത്, ഇതൊക്കെയാണ് കണ്ടന്റ് ഇടുന്ന കുറെ പേര്. ചേച്ചിയുടെ കൊച്ചുണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യാൻ. അയ്യോടാ ഉണ്ണി വാവാവോ. പിന്നല്ലേ, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ ചേച്ചിയുടെ ഉണ്ണീനൊക്കെ നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ ചേച്ചി ചെലവിന് എന്നെ തിന്നു ജീവിക്കാൻ പോവാ. ആഴ്ചയിലൊരു കുഴിമന്തി, അത്ര മതി. ഉവ്വേ. ഹേ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തെ വെള്ളം കാണാം. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല മഴ പെയ്ത് ഇപ്പം ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കുട എടുത്തു എന്ന് മാത്രം. നിന്നെ കാണിക്കൂല കേട്ടോ. ഇതാണ് നമ്മുടെ മുറ്റത്തെ വെള്ളം. കാണുന്നില്ലല്ലേ? ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇന്നും ഇന്നലെയായിട്ട് മഴ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം കയറി, പിന്നെ വെള്ളം ഇറങ്ങി. കുഴപ്പമില്ലാതിരുന്നാണ്. ഇപ്പോൾ നല്ല വെള്ളമായിട്ടുണ്ട്. ഈ വഴിയിലുള്ള നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞതായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ആ നല്ല മഴയിൽ നമുക്ക് പിന്നെയും നല്ല വെള്ളമായി. ഇപ്പം എൻ്റെ കാലിൽ ഇത്രയും മുങ്ങുള്ള വെള്ളമുണ്ട്. ഇപ്പം ഇതിൽ ചെരുപ്പിട്ട് നടക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു തല്ലി വീഴും. ഇലയും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് അടിച്ചു തല്ലി വീഴും. അതുകൊണ്ട് നമ്മൾ ചെരുപ്പിടാത്ത. നമ്മുടെ അടുത്തുള്ള വീടാട്ടോ ഈ വീട്ടിലോട്ടുള്ള വഴി. ഈ വഴിയും ഞങ്ങളുടെ വീടും ജോയിൻ ചെയ്യുന്നു. ഒരാൾ ബ്രഷ് കൊണ്ട് നടക്കും. ഇതാണ് നമ്മുടെ വെള്ളം. ഇത് ഞാൻ എൻ്റെ മുറ്റത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. ഇത് കയറുന്ന നമ്മുടെ കോൺക്രീറ്റ് റോഡ്. ഇതാണ് എൻ്റെ വീട്, ബാക്ക് സൈഡ്. ഈ മുറ്റത്ത് ഇത്രയും വെള്ളമുണ്ട്. ഇത് മൊത്തം പെയ്ത് വരുന്ന വെള്ളമാണ് കേട്ടോ. ചാക്കൊക്കെ നിലത്ത് പെയ്ത് വരുന്ന വെള്ളമാണ്. ഇത്രയും ഒരു കാലിൻ്റെ അത്രയുണ്ട് കണ്ടോ. ഇനി ഈ വെള്ളം മൊത്തം ഒലിച്ച് നേരെ
ഇങ്ങോട്ട് പോകും. ഇതിപ്പോൾ ഇവിടെ കല്ലിട്ടേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സിൽ വെള്ളം പോകുമ്പോൾ മുറ്റത്തെ മണ്ണ് മൊത്തം വലിച്ചു പോകാം. പച്ച സെറ്റ് ചെയ്തത് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട്. പിന്നെ നേരെ ബാക്കിലെ മുറ്റം, ഇവിടെയും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ്. ഇതിൽ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ആ തെങ്ങിൻ തൈയുടെ അവിടെ വരെ ഒലിച്ച് ഇറങ്ങിപ്പോയതായിരുന്നു. പക്ഷെ ഇത് പിന്നെയും കയറി ഇവിടെ വരെ എത്തി. അങ്ങനെ കുഴപ്പമില്ല. വെള്ളം കയറില്ല എന്ന് വിചാരിക്കണം. നിങ്ങൾ വെള്ളം കയറാത്തവർക്ക് മഴ ഭയങ്കര രസമുള്ളതും അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ വെള്ളം കയറുന്നത് നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മുടെ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വീട് ക്ലീൻ ആക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ നശിച്ചു പോകുന്നത്, എല്ലാം കൂടെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അടപ്പൻ്റെ ചെടികളൊക്കെ തന്നെ ഒരുവിധം പോയി. നമ്മൾ കുത്തു കൊടുത്താലും എന്ത് ചെയ്താലും പിന്നെയും പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ. ഉണ്ടോ? വെള്ളം അങ്ങനെ വീടിൻ്റെ അകത്തോട്ടൊന്നും കയറിയിട്ടില്ല, പക്ഷേ ബാക്കിലുണ്ട്. ആ വെള്ളം മേ ബി കയറാതിരിക്കാം. എനിക്കിപ്പോൾ ഇതൊരു 7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. 6:30 കഴിഞ്ഞ് 7 മണിയൊക്കെ ആവുന്നുള്ളൂ. ഈ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളം മൊത്തം നമ്മുടെ മുറ്റത്തൂടെ ഒഴുകുന്നത് കേട്ടോ. അതാണ് നമ്മളെ വീട് പാടത്തിൻ്റെ തൊട്ട് ബാക്കായതുകൊണ്ട് ഈ ഏരിയയിലുള്ള വെള്ളം മൊത്തം പാടത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ മുറ്റം വഴിയാണ്. കാരണം ഈ കോൺക്രീറ്റ് റോഡ് വന്നപ്പോൾ റോഡ് ഹൈറ്റും ഞങ്ങളുടെ മുറ്റം താഴ്ന്നിട്ടായപ്പോൾ മൊത്തം അധികം, അതുതന്നെ മണ്ണ് മൊത്തം ഒലിച്ചൊലിച്ച് പോകും. നമ്മൾ അതിനുള്ളതൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. അമ്മ അവിടെ നോക്കണം. അങ്ങനെ ഇന്നത്തെ ഇതൊക്കെയാണ് മഴ വിശേഷങ്ങൾ. നല്ല തണവുണ്ട്. നല്ല തണവെന്ന് പറഞ്ഞാൽ ബാക്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ തണവ്, മഴ പെയ്തതിൻ്റെ തണവ് എല്ലാം കൂടെ ആയിട്ട്. പിന്നെ വീട് അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടയുള്ള കാരണം അതിൽ കൂടെയൊക്കെ വെള്ളം വീഴും. അപ്പം അതെല്ലാം കൂടെ ആയിട്ട് തണവിനൊന്നും കുറവില്ല. എക്സാമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അവിടുത്തെ വഴി നമുക്ക് ലിബി ചേച്ചിയുടെ അവിടെയുള്ള, അതായത് ഞാൻ നേരത്തെ കാണിച്ചെന്ന വീടില്ലേ, ആ വീടിൻ്റെ അവിടെയുള്ള വെള്ളം കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരും. ഇവിടെയും അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ആണോ? ഇവരുടെ ഇതേലോട്ടൊക്കെ കയറാറായി. അത്യാവശ്യം വെള്ളം ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ, വെള്ളം കയറി കിടക്കണ കാരണം. ഞാനതുകൊണ്ട് നോക്കി പോവാ. കാരണം പാമ്പൊക്കെ ഉണ്ടിട്ട് കടിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇതുവരുടെ ബാക്ക് വശം ഇവിടെയും അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വരെയൊക്കെ ആലക്കല്ലിൻ്റെ അവിടെ വരെ ഉള്ളൂ, ഒത്തിരി കയറിയിട്ടില്ല. ഇവിടെ കുറച്ചുകൂടി പൊക്കമുള്ളതുകൊണ്ട് അധികം ഇങ്ങോട്ട് വെള്ളം മുറ്റത്തോട്ട് കയറിയിട്ടില്ല. പക്ഷേ പാടത്തുനിന്ന് ഇങ്ങനെ തേട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഇത്, അല്ലാണ്ട് വലിയ വിഷയമില്ല, എന്നാലും വെള്ളമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കുട പിടിച്ച് നടക്കുന്നത് വെറുതെ കേട്ടോ. കാരണം കുട മാറ്റി പിടിച്ചിട്ട് ഫുള്ള് നടക്കുന്ന മൊത്തം. കുറച്ച് നേരം മഴ കൊള്ളാതെ സെറ്റാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രം. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. കുറച്ച് കഴിയുമ്പോൾ പാലുകാരും വരുമ്പോൾ പാല് മേടിക്കും, ചായ കുടിക്കണം. പിന്നെ വീട്ടിൽ കുറച്ച് പണികളുണ്ട്. അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്ന്. നമ്മുടെ വേറെ വീടിൻ്റെ മറ്റൊരു സൈഡ് കാണിച്ചു തരാം. അമ്മി കുട പിടിച്ചമ്മ. കുട കാരണം ഒന്നും പറ്റുന്നില്ല. വീടിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞില്ലേ വെള്ളം വന്ന സൈഡ്, ബാക്ക് സൈഡ്. ഇതിങ്ങനെ നമ്മുടെ ഇതെന്ത് സൈഡമ്മ? തെക്കേ സൈഡാണ്. ഇത് നമ്മുടെ തെക്കേ സൈഡ് സെപ്റ്റി ടാങ്കൊക്കെ കേട്ടോ. അതിന് മുകളിൽ അമ്മ വിറകു സാധനങ്ങളൊക്കെ അടുക്കിട്ടേക്കുന്നതാണ് ഇപ്പോൾ കാണാം. എന്താ കാണിച്ച കടം ചുരുക്കി വെച്ച കൊട വേണ്ട ഇനി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മഴയൊന്നും കൊള്ളാതെ ഭയങ്കരമായിട്ട് സേഫായിട്ടിരിക്കുക. കാരണം പല വിധത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാനും മഴ കൊള്ളാതെ വേഗം വീട്ടിൽ കയറട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.